മൂന്നാം എൻ.ഡി.എ സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങൾക്കിടെ മന്ത്രിസ്ഥാനങ്ങൾക്കായി ഘടകകക്ഷികൾ വിലപേശൽ നടത്തുമ്പോഴും സുപ്രധാന വകുപ്പുകൾ ബി.ജെ.പി വിട്ടു നൽകിയേക്കില്ലെന്ന് സൂചന. പ്രതിരോധം, ധനം, ആഭ്യന്തരം, വിദേശകാര്യം, റെയിൽവേ, ഗതാഗതം എന്നീ വകുപ്പുകളിൽ ബി.ജെ.പി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായേക്കില്ല. സ്പീക്കർ പദവിക്കായുള്ള സഖ്യകക്ഷികളുടെ ആവശ്യവും ബി.ജെ.പി അംഗീകരിച്ചേക്കില്ല. എൻ.ഡി.എ പാർലമെന്ററി പാർട്ടി യോഗം നാളെ നരേന്ദ്രമോദിയെ നേതാവായി തെരഞ്ഞെടുക്കാനിരിക്കെ മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ച് ചൂടേറിയ ചർച്ചകളാണ് രാജ്യതലസ്ഥാനത്ത് നടക്കുന്നത്. പ്രധാന മന്ത്രാലയങ്ങൾ കൈവശം വെച്ച് തെലുങ്കുദേശത്തിന് 3 ക്യാബിനറ്റ് മന്ത്രി പദവിയും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും, ജെ.ഡി.യുവിന് 3 ക്യാബിനറ്റ് മന്ത്രി പദവിയും 1 സഹമന്ത്രി സ്ഥാനവും നൽകാൻ തയ്യാറാണെന്ന് ബി.ജെ.പി അറിയിച്ചു. ഇരു പാർട്ടികളും പ്രതികരിച്ചിട്ടില്ല. നാളെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വകുപ്പുകൾ സംബന്ധിച്ച് ധാരണയാകുമെന്ന് ബി.ജെ.പി വൃത്തങ്ങൾ പറഞ്ഞു. പാർലമെന്റിലാണ് എൻ.ഡി.എ എംപിമാരുടെ യോഗം ചേരുന്നത്. അതിനുശേഷം രാഷ്ട്രപതിയെ സന്ദർശിച്ച് മന്ത്രിസഭയുണ്ടാക്കാൻ അവകാശവാദമുന്നയിക്കും. സത്യപ്രതിജ്ഞ ചിലപ്പോൾ ഞായറാഴ്ച നടന്നേക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. നേരത്തെ ശനിയാഴ്ച നടത്തുമെന്നായിരുന്നു അറിയിപ്പ്. ഛത്രപതി ശിവജി ഹിന്ദു രാഷ്ട്രപ്രഖ്യാപനം നടത്തിയതിന്റെ 350-ാം വാർഷികത്തോടനുബന്ധിച്ച് സത്യപ്രതിജ്ഞ നടത്താനായിരുന്നു നേരത്തെ ബി.ജെ.പി തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ മന്ത്രിപദവികൾ സംബന്ധിച്ച് ധാരണയിലെത്തേണ്ടതുണ്ട്. ആഭ്യന്തരം, വിദേശകാര്യം, പ്രതിരോധം, ധനം, റെയിൽവേ, ഐ.ടി തുടങ്ങിയ സുപ്രധാന മന്ത്രാലയങ്ങൾ വിട്ടുകൊടുക്കേണ്ടെന്ന് ബി.ജെ.പി തീരുമാനിച്ചതായാണ് വിവരം. 5 ക്യാബിനറ്റ് പദവി, സഹമന്ത്രി സ്ഥാനവും സ്പീക്കർ സ്ഥാനവുമാണ് 16 അംഗങ്ങളുള്ള ടി.ടി.പിയുടെ ആവശ്യം. ആന്ധ്രയ്ക്ക് പ്രത്യേക പാക്കേജും പദവിയും വേണം. റെയിൽവേ, പ്രതിരോധം, കൃഷി, ഗ്രാമവികസനം എന്നിവയാണ് ജെ.ഡി.യുവിന്റെ ആവശ്യം. അതിനു പുറമെ ഭരണം പൊതു മിനിമം പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണെന്നും രാജ്യവ്യാപക ജാതി സെൻസസ് നടപ്പിലാക്കുക, അഗ്നിപഥ് പദ്ധതി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളും ജെ.ഡി.യു ഉന്നയിച്ചിട്ടുണ്ട്. ഏകവ്യക്തി നിയമം നടപ്പിലാക്കുന്നത് ചർച്ചകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അതേസമയം എൻ.ഡി.എക്കുള്ള പിന്തുണ നിരുപാധികമാണെന്നും ജെ.ഡി.യു നേതാവ് നിതീഷ് കുമാർ വ്യക്തമാക്കി. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ വരെ നിതീഷ് ഡൽഹിയിൽ തുടരും. മറ്റ് ഘടകകക്ഷികളും അവരവരുടെ സീറ്റിനനുസരിച്ചിട്ടുള്ള സ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 16 എംപിമാരുള്ള ചന്ദ്രബാബു നായിഡുവിന്റെ ടി.ടി.പിയും 12 പ്രതിനിധികളുള്ള നിതീഷ് കുമാറിന്റെ ജെ.ഡി.യുവും സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ബി.ജെ.പി വലിയ ഒറ്റകക്ഷിയായിരുന്ന 2014-ലും 2019-ലും സഖ്യകക്ഷികൾക്ക് പ്രധാന വകുപ്പുകൾ ഒന്നും നൽകിയിരുന്നില്ല. എന്നാൽ കേവല ഭൂരിപക്ഷം കടക്കാൻ സഖ്യകക്ഷികളെ കൂട്ടുപിടിക്കേണ്ടി വരുന്ന ഇത്തവണ കാര്യങ്ങൾ അങ്ങനെ ആയേക്കില്ല. ഘടകകക്ഷികളെ ഒപ്പം നിർത്താൻ അവരുടെ ആവശ്യങ്ങളും പരിഗണിക്കേണ്ടി വരുന്നതിനാൽ മൂന്നാം മോദി സർക്കാരിൽ ബി.ജെ.പി മന്ത്രിമാരുടെ എണ്ണം കുറയ്ക്കേണ്ടി വരും. എന്നിരുന്നാലും പ്രധാന വകുപ്പുകളിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന തരത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. പ്രധാന വകുപ്പുകൾക്ക് ദരിദ്ര, സ്ത്രീ, യുവ വോട്ടർമാരെ ലക്ഷ്യമിട്ട് പദ്ധതികൾ നടപ്പിലാക്കേണ്ട അടിസ്ഥാന സൗകര്യ വികസനം, ക്ഷേമം, യുവജനകാര്യം, കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വകുപ്പുകൾ ബി.ജെ.പി കൈവശം വയ്ക്കാനാണ് സാധ്യത.